പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഫാദർ അദ്ദേഹത്തെ ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പഞ്ചായത്തിലെ സഹായം കഴിഞ്ഞ വർഷം ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങളത് സ്ഥാപിച്ചു വരികയാണ്. കുലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് ഈ GDR-നെ സുന്ദരമാക്കാൻ ആവശ്യകരമായ പോരാട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു ട്രാക്കിലൂടെ കുതിച്ചു വരുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നവരാണ് ഞങ്ങളെന്നുള്ള ഒരു ഭാവം പകർന്നു നൽകിക്കൊണ്ട് സുന്ദരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഇതാ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട പെൻഷൻ മാസിലെ സ്ത്രീയുടെ സാന്നിധ്യം വേണ്ടിയാണ് ചെറുതുണ്ട്. പെൻഷൻ മാസിലെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്ന കാരണം പെൻഷൻ മാസിലെ എപ്പോഴും ഈ കലാരൂപത്തിൽ ഈ കലാരൂപം മാത്രമല്ല നമ്മളുടെ ഗ്രാമീണ കലകളൊക്കെ തന്നെ ഉയർത്താൻ വലിയ മുഖ്യമന്ത്രി പെൻഷൻ മാസിലെ സാന്നിധ്യം നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ SSCയുടെ ആധുനികനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷനായ ടൈസൺ മാസ്റ്റർ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്നേഹത്തിന്റെ ഈ കവിതലിന്റെ ഈ ചേർത്തുപിടിക്കലിന്റെ ഒരു വലിയ ഉള്ളവരൊക്കെ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ അതിന് അവരുടേതായിട്ടുള്ള എല്ലാവിധ സംഭാവനകളും ഒക്കെ അതിനായി നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന SAC സംഘാടകർക്ക് എല്ലാവരും വടിക്കുമ്പോഴും തമ്മിലുള്ള വഴിയായിരുന്നു. പക്ഷേ ഇത് ഒരു പാഠമാണ് അല്ലേ? എത്ര വലിയ കൊമ്പനായാലും എത്ര വലിയ രാജാവായാലും നഗ്നനാണ് എന്ന് പറയാനുള്ള ആ ഒരു ആർജവം അത് SSCക്കും അസോസിയേഷനും ഉണ്ട് എന്നറിയുന്നതിൽ വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. വടുകുമ്പുറത്തിന് 3 വാർണിംഗ് ബില്ലുകൾ കൊടുത്ത് കാത്തിരുന്നിട്ടും വരാത്ത വടുകുമ്പുറത്തെ കാത്തിരിക്കാൻ ഇവിടുത്തെ കാണികൾ അത്രയ്ക്കും ക്ഷമയുള്ളവരല്ല. ആദ്യപാദ മത്സരം വടുകുമ്പുറവും പമ്പാവാസനും തമ്മിലുള്ളതായിരുന്നു. പമ്പാവാസൻ ആൻസമാശം പമ്പാവാസൻ ഏത് ട്രാക്കിലൂടെയാണ്? പമ്പാവാസൻ B ട്രാക്കിലൂടെ കടന്നു വരികയാണ്. A ട്രാക്കിൽ ഗോപുരത്തിലൂടെയാണ്. പ്രിയമുള്ള കാണികളെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ വലിയ ലീഗലാണ്. അങ്ങനെ പമ്പാവാസൻ ഒറ്റക്ക് നീല പങ്കായമൊക്കെ ആഞ്ഞിത്തുഴഞ്ഞ് അങ്ങനെ പമ്പാവാസൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ അയ്യപ്പനാണ്. അയ്യപ്പന്റെ പ്രൗഢമായ ആ തുലിപ്പുറത്ത് കയറി അങ്ങനെ അയ്യപ്പൻ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായ ഒരു കാഴ്ച. അവര് ആരും കൂടെ ഇല്ലെങ്കിലും ഒരു വാശിയും വീറും ഒക്കെ പ്രകടമാക്കി 88ാമത്തെ മത്സരം 88ാമത് മത്സരത്തിൽ പമ്പാവാസൻ ആ സാക്ഷാൽ അയ്യപ്പൻ അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ A ട്രാക്കിലൂടെ ശ്രീമുരുകൻ, B ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഇതാ പറന്നു വരുന്നത് കണ്ടില്ലേ? കയ്യടികളുടെ ആ ഒരു കുറവ് നികത്തുവാനായിട്ട് എന്ത് കാണികളെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്ന ആദ്യത്തെ മത്സരമല്ലേ? ചുമ്മാ അങ്ങിരിക്കാതെ ആ രാജകീയമായ പാതയിലൂടെ ഇരുവള്ളങ്ങളെയും കൈയടിച്ച് ആർപ്പുവിളികളോടെ സ്വീകരിക്കാം ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഇത്ര മനോഹരമായ മത്സരം A ട്രാക്കിലൂടെ ശ്രീമുരുകൻ, B ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 വിട്ടു തരില്ല എന്ന തീരുമാനത്തോടെ, ഉറപ്പുള്ള തീരുമാനത്തോടെ ചങ്ക് പൊട്ടി വലിക്കും
കാത്തിരിക്കുന്ന തുണിച്ചിൽക്കാരുടെ ചങ്കുറപ്പുള്ള മുന്നേറ്റം കാണുന്നില്ലേ? ശ്രീമുരുകനാണോ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ഒരൊറ്റ കയ്യടി മതി, ഒരു ആർത്തിവിളി മതി ആ ഒരു മുന്നേറ്റത്തിന് കൂടുതൽ കുതിപ്പിളക്കുവാനായിട്ട്. വിട്ടുകൊടുക്കാത്ത മത്സരം, ഇരു വള്ളങ്ങൾ തമ്മിൽ ആവേശത്തോടെ തുഴഞ്ഞു വരുമ്പോൾ ആര് അതുലിന്റെ ആ ഒരു തുളിച്ചിൽ കണ്ടോ? ഇല്ല, വിട്ടുതരില്ല. സതീഷ് വിട്ടുകൊടുക്കുന്നില്ല. ആവേശം ഒട്ടും ചേരാത്ത ആ ഒരു അതുലിന്റെ കുതിപ്പ്, അതെ അതുലിന്റെ കുതിപ്പ്, കുടുംബത്തിന്റെ കുതിപ്പ്. ശ്രീമുരുകനും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തമ്മിലുള്ള വള്ളങ്ങളുടെ മത്സരത്തിൽ ഈ ട്രാക്കിലൂടെ വന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 വള്ളം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. സമയം 2 മിനിറ്റ് 7 സെക്കൻഡ്. GBC ലോകത്തിന്റെ ഗോപുരത്ത് എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കൊച്ചിൻ ഇബ്രാഹിമിന്റെ മൈലാഹനം ബി ട്രാക്കിലൂടെ കടന്നു വരികയാണ്. രഞ്ജിത്ത് ചെങ്ങാട്ടിപ്പറമ്പിൽ എതിരാണ്, അമരത്തെ പ്രശാന്താണ്, അണിയം സുരേഷ് രൂപതിയാണ്. നമുക്കറിയാം ഗോപുരത്തിലെ ആദ്യത്തെ വഞ്ചിയായിരുന്ന അപ്പച്ചാത്ത് വഞ്ചിയാണ്. ഈ അപ്പച്ചാത്ത് വഞ്ചി നമ്മുടെ തളിയത്ത് കുടുംബക്കാര് വാങ്ങി അതിന്റെ ഞാറക്കൽ സ്വദേശി അച്യുതൻ വാങ്ങി അതിനെ മയിൽവാഹനാക്കി. അങ്ങനെ മയിൽവാഹനും ഗോപുരത്തും നമ്മുടെ ഗോപുരത്തിന്റെ 6ാം തമ്പുരാനായി അറിയപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന ഗോപുരത്ത് നമ്മുടെ സാബു ആചാരി 2019 പണിഞ്ഞ ആ ഗോപുരത്ത് വള്ളം എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അതിന്റെ സിജു എങ്ങനത്തെ കട്ടപ്പ എന്നറിയപ്പെടുന്ന സിജു അങ്ങനെ നിന്ന് കുത്തി എറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വൈഡൂര്യ കല്ലുപോലെ തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ കലിയടങ്ങാത്ത കാട്ടുകൊമ്പനെ പോലെ അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ ഒരു മത്സരം കാണികളുടെ ചങ്കിടിപ്പിന്റെ താളപ്പോലും തകിടമറിയിക്കുന്ന ഒരു മനോഹരമായ മത്സരം. അങ്ങനെ ഗോകുലത്താണോ മയിൽവാഹനാണോ ഒപ്പത്തിനൊപ്പം കട്ടക്കട്ട് ഈച്ചോടിച്ചോ പറന്ന് അങ്ങനെ കുതിച്ച് അവനങ്ങനെ ഗോകുലത്തും മയിൽവാഹനും തീരി നിർത്തി ആടി. അങ്ങനെ ഗോകുലത്തിന്റെ മകിൽ നിർത്തി ഒന്നിക്കൊണ്ട് ജയിസനും സിജുവുമൊക്കെ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുന്ന. സിജു വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പോ ഫയർഫോഴ്സും നമ്മുടെ പൈലറ്റ് ബോട്ടുമൊക്കെ ആ വഞ്ചിയെ ആ മൂത്തകുന്നം ഭാഗത്തേക്ക് വലിച്ചു അടുപ്പിനടുത്ത് വള്ളം വിജയിച്ചതായിട്ട് ജഡ്ജ്മെന്റ് അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടി നമുക്ക് ഗോപുരത്ത് വള്ളത്തിൽ കൊടുക്കാം. നല്ലൊരു മത്സരം കാഴ്ചവെച്ച മയിൽവാഹനും നല്ലൊരു കയ്യടി കൊടുക്കാം. പ്രതീകമായ 4ാം ഭാഗ മത്സരം ബി ഗ്രേഡ് വിഭാഗങ്ങളുടെ 4ാം ഭാഗ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പോരാട്ടത്തിന്റെ ആ നിമിഷങ്ങൾ സമ്മാനിക്കുവാനായിട്ട് 2 വള്ളങ്ങൾ ഇതാ കടന്നു വരികയാണ്. മടപ്ലാതുരത്താണോ ചെറിയ പണ്ഡിതനാണോ? എ ട്രാക്കിലൂടെ മടപ്ലാതുരത്ത് ABC കൊറങ്കോട്ടയുടെ ആ കരുത്തിൽ ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ചെറിയ പണ്ഡിതൻ മഞ്ഞനക്കാട് ബോട്ട് ക്ലബിന്റെ കരുത്തിൽ ഇങ്ങനെ തുറഞ്ഞു വരുന്ന ആ കാഴ്ച കണ്ടോ? എത്ര സുന്ദരമായ, എത്ര മനോഹരമായ കാഴ്ച. ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ, കൈയടിക്കുന്നില്ല, ആർപ്പ് വിളിക്കുന്നില്ല. ഇത് GBR ആണ്. GBRന്റെ ആവേശം ആർപ്പുവിളികളാണ്, കൈയടികളാണ്. ഈ ഒരു പാട്ടും ചുവടുമൊക്കെ ആയിട്ട് ആവേശകരമായിട്ട് അങ്ങനെ കടന്നു വരികയാണ്. മടപ്ലാതുരത്ത് ചെറിയ പണ്ഡിതൻ ഏറ്റാക്കൽ, മടപ്ലാതുരത്ത് ചെറിയ പണ്ഡിതൻ ക്യാമറ കണ്ണുകളെ പോലും വിസ്മയിപ്പിക്കുന്ന, കൺഫ്യൂഷനിലാക്കുന്ന 4ാമത്തെ ഗ്രൂപ്പ് ഏറ്റാക്കിലൂടെ കടന്നുകൊണ്ട് മടപ്ലാതുരത്തോളം വിജയിച്ചിരിക്കുന്നു. ഏറ്റാക്കിലൂടെ ഗോപുരത്തുപുത്രൻ PDBC ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള 2017 ജൂണ് ആ ഗോപുരത്തുപുത്രന്റെ ക്യാപ്റ്റൻ സ്ഥാനം നിർവഹിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ദിനേശ് തിരുവനന്തപുരത്ത് ക്യാപ്റ്റനായിട്ടുള്ള കണ്ടൻ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ലീഡിംഗ് ക്യാപ്റ്റൻ പ്രണവായിട്ടുള്ള സുഭാഷ് വെങ്കൻ അവരം വഹിക്കുന്ന ഫാറൂഖ് അണിയം വഹിക്കുന്ന ഹനുമാൻ പഴയ മാടാറക്കലം അറിയപ്പെടുന്ന വഞ്ചി പാലാരിവട്ടം സ്വദേശി വേണുചേട്ടന്റെ ആത്മാവ് ഒരുപക്ഷെ ഇന്ത്യ ആകാശത്തിൽ ഇരുന്ന് ഹനുമാനിൽ കുതിർപ്പുകയാവുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്ന് ചുമ്മാറിന്റെ പ്രചാരണങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹനുമാന്റെ ഒരു പ്രൗഢി വീണ്ടും നിലനിർത്തുമ്പോൾ ഗോപുരത്തിന്റെ മുഴുവൻ ആവേശവും സ്ത്രീകൾ ലാഭാകിച്ച് അവരങ്ങനെ കടന്നു വരുമ്പോൾ ഹനുമാനും പുത്രനും തമ്മിലുള്ള ഉജ്ജ്വലമായ അങ്ങനെ
മന്ത്രവും ഹനുമാനും തമ്മിൽ ഹനുമാൻ വായു പോകാനാണെങ്കിൽ ഏട്ടാക്കിലൂടെ കടന്നുവന്ന ഗോതൃമുദ്രമലൻ വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു. ഏട്ടാക്കിലൂടെ കടന്നുവന്ന ഗോതൃമുദ്രൻ 2 മിനിറ്റ് സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആവേശകരമായ മത്സരം ഏട്ടാക്കിലെ എ വിഭാഗത്തിലെ 2ാമത് മത്സരം. വള്ളങ്ങൾ പുത്തൻപറമ്പിൽ പൊന്നിനത്തമ്മ യുവജന കലാസമിതി വന്ന് ഒന്നിച്ച് തുഴഞ്ഞ് ഒന്നിച്ച് പരിശീലിച്ച് മനസ്സുകളെ ഒരേ നൂലിൽ ചേർത്ത് കോർത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇവിടെ ഈ കാണുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് ദൂരം പിന്നിടാൻ ചങ്കുപൊട്ടി തുഴഞ്ഞു വരുന്ന തുഴച്ചിട്ടാരെ കാണുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് കൈയടിച്ച് ആർപ്പ് പിടിച്ച് ആ 2 വള്ളങ്ങളെയും പുത്തൻപറമ്പിലെയും പൊന്നത്തമ്മയെയും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ചരിയാതെ വള്ളത്തെ നേരെ നയിക്കുന്ന അമരത്തിന്റെ കരുത്ത് കണ്ടോ, അതെ അണിയത്തിന്റെ കരുത്ത് കണ്ടോ, ദീർഘവീക്ഷണത്തോടെ എത്ര സമയം കൊണ്ട് തുഴഞ്ഞെത്തും എന്നുള്ള വീക്ഷണത്തോടെ അതാ അണിയത്തെ നയിക്കുന്ന അണിയത്തെ തുഴച്ചിൽക്കാരുടെ കരുത്ത് കണ്ടോ. പിന്നിലുള്ള തുഴച്ചിൽക്കാർക്ക് ആവേശവും കരുത്തും പകർന്നുകൊണ്ട് നേർവഴിയിലൂടെ നയിക്കുന്ന അണിയത്തിന്റെ കരുത്ത്, തുഴച്ചിൽക്കാരുടെ കരുത്ത്, പുത്തൻപറമ്പിന്റെ കരുത്ത്, പൊന്നത്തമ്മയുടെ കരുത്ത്, ആവേശം നിറഞ്ഞു വെക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതെ അവസാന ഏട്ടാക്കിലൂടെ കടന്നുവന്ന പുത്തൻപറമ്പിലാണ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. സമയം 2 മിനിറ്റ് 1 സെക്കൻഡ്. നമ്മുടെ GVR-ൽ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായിട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഏട്ടാക്കിലൂടെ കടന്നു വരുമ്പോൾ തിരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ തിരുത്തിപ്പുറം ബി ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പീറി അബ്ദുൾ ക്യാപ്റ്റനായിട്ടുള്ള ചെപ്പനമരം നയിക്കുന്ന ഈ വീട്ടിൽ അടിയം നയിക്കുന്ന ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു മത്സരം. എന്റെ പ്രിയമുള്ളവരെ 2 കൈനാഗങ്ങളെ പോലെയെന്ന് പണ്ട് കമന്റേറ്റർമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൈനാഗങ്ങളെ പോലെ എന്ന് പറയാൻ കഴിയില്ല. കാരണം അടുത്തു വരുമ്പോൾ ആ കരിനാഗങ്ങളുടെ കളറൊക്കെ മാറ്റി ഇപ്പോ നല്ല മിഴുമിഴുത്ത കളറൊക്കെ അങ്ങനെ അടിച്ച് അവര് 2 പേരും പച്ച പങ്കാളമൊക്കെ വീശി തിരുത്തിപ്പുറം PVC-യുടെ ചുണക്കുട്ട കൊണ്ടുപോകും. അങ്ങനെ ആഞ്ഞിരിച്ചു വരുമ്പോൾ ആ സെബാസ്റ്റ്യൻ വിശുദ്ധന്റെ നാമധേയം അങ്ങനെ പോയട എന്നുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ഇതാ കലികടങ്ങാത്ത കാട്ടുകൊമ്പന്റെ കാവര്യം. ഇതാ എന്റെ പ്രിയമുള്ളവരെ, ഇതൊരു മത്സരമാണ് ഉജ്ജ്വലമായ ഇന്ന് കുത്തിയറിഞ്ഞ് ഇതൊരു മത്സരം ചങ്കുപൊട്ടുന്ന ഇതൊരു മത്സരം. അവരും കൂടെയുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഗോതൃത്വ മംഗലിയുടെ മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പോൾ അറിയിക്കുന്നു. 3ാമത്തെ ബി ട്രാക്കിലൂടെ വന്ന തുരുത്തിപ്പുറം വിജയിച്ചാൽ പ്രഖ്യാപിക്കുന്നത് 2 മിനിറ്റ് 3 സെക്കൻഡ് സമയം കൊണ്ട് തുരുത്തിപ്പുറം കടന്നു വരുമ്പോൾ ഇല്ല വരുവാനായിട്ട് വരുന്നത് തുഴകളുണ്ടല്ലോ, ആ തുഴ പിടിച്ചിരിക്കുന്നത് ഞാനാണല്ലോ എന്ന വിശ്വാസത്തോടെ ഓരോ തുഴച്ചിൽക്കാരനും ഇരുവള്ളങ്ങളിലെയും ഗരുഡനാണോ താണിയനാണോ ഇരുവള്ളങ്ങളിലും തുഴകളറിയുന്ന ഗരുഡൻ പറന്നു വരുന്നത് കണ്ടോ, താണിയൻ കുതിച്ചു വരുന്നത് കണ്ടോ. ഇവിടെ എന്തൊക്കെയോ നടക്കും. കാരണം ഇത് GVR ട്രാക്കാണ്. ഓരോ തുഴച്ചിൽക്കാരന്റെയും സ്വപ്നതുല്യമായ ട്രാക്ക്. ആ ട്രാക്കിൽ ഈ കളി ജയിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഗരുഡനും താണിയനും തമ്മിലുള്ള മത്സരം. ഇവിടെ താണിയൻ വന്നിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടേന്, ഇങ്ങനെ നിന്നിട്ടുണ്ടേന് ഇനിയും എന്നെ അറിയാനുണ്ട് എന്ന ഭാവത്തോടെ താണിയൻ ഗരുഡൻ നോക്കി പറയുമ്പോൾ ഒറ്റയാൻ വീണ്ടും കാട് കയറി വന്നിരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. താണിയ നിനക്ക് ഇത്തവണത്തെ GVR വിട്ടുതരില്ല എന്ന വാശിയോടെ ഗരുഡൻ ഇങ്ങനെ പറന്ന് കുതിച്ചു വരുന്നു. ഒന്നിച്ചു തുഴഞ്ഞ് മനസ്സുകളെ ഒരേ നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് പ്രവചനങ്ങൾക്ക് അതീതമായ മത്സരമായി താണിയനും ഗരുഡനും ക്യാമറ കണ്ണുകളെ പോലും വിസ്മയിപ്പിക്കുന്ന തരത്തില് മനുഷ്യമിഴികളെ അതിശയിപ്പിക്കുന്ന തരത്തില് കടന്നു വരുന്നു. കരങ്ങളിൽ അത്ഭുതം നിറച്ച ആ കൂടികളിലൂടെ കൈയടികളിലൂടെ താളത്തോടെ ഓടത്തോടെ തിരിച്ചു വരുന്ന ഗരുഡൻ, തിരിച്ചു വരുന്ന താഴെ പാഞ്ഞു വരുന്ന ഗരുഡൻ, പാഞ്ഞു വരുന്ന താഴെ ഫിനിഷിംഗ് ഇത്
ഇതൊരു ഒന്നൊന്നര കുതിപ്പായി പോയി. ഇത് ഒരു ഒന്നൊന്നര മത്സരമായി പോയി. പ്രവചനങ്ങൾക്ക് ആവേശത്തിന്റെ കൈവറിയട്ടെ, ആവേശത്തിന്റെ ആത്മവിളികളിയട്ടെ. പ്രവചനങ്ങൾക്ക് അതീതമായുള്ള മത്സരം വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഗരുഡനും താരങ്ങളും തമ്മിലുള്ള മത്സരം, ആ കയ്യടിയുണ്ടല്ലോ, ആ ആത്മവിളിയുണ്ടല്ലോ, ഇത് BBR ആരും നേടണമെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തില്, നിങ്ങളുടെ സന്തോഷത്തില് ഈ മത്സരം അന്ന് എന്താ പറയുക പ്രവചനത്തിനല്ല. ആരാണ്? ഗരുഡനാണോ? താലിയനാണോ? ഗരുഡനാണോ? താലിയനാണോ? നോക്കാം. ഏതായാലും ഔദ്യോഗികമായ ആധികാരികമായ ആ ഒരു വിലയിരുത്തൽ ആ ഫലപ്രദമായി ശ്രദ്ധിക്കുക. എട്ടാമത് മത്സരം എ ഗ്രേഡ് വള്ളങ്ങളുടെ നാലാമത്തെ ബീച്ച് മത്സരത്തിൽ ഏറ്റാക്കിലൂടെ കടന്നുവന്ന ഒരു മിനിറ്റും 59 സെക്കൻഡ് സമയം കൊണ്ട് ഈ BBRന്റെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വന്ന CBC കൊച്ചിൻ ടൗൺ AR രതീഷിന്റെ ക്യാപ്റ്റൻസിയുടെ മികവിന് ആ വെള്ളിക്കുള്ള ആ നമ്പർ 2 കണ്ണമാലി സ്വദേശി വാങ്ങി. അവിടെ നിന്ന് സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബ്ബ് വാങ്ങി. അത് സെന്റ് സെബാസ്റ്റ്യൻസ് വള്ളമാക്കി നീറ്റിലിറക്കിയപ്പോൾ വിജയത്തിന്റെ സോപാനത്തിലേറാൻ 2025 വള്ളംകളികളിൽ രാജകിരീടം ചൂടാൻ ഈ വിശുദ്ധൻ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വസൂരി വെടിവെട്ടപ്പോൾ ഇത് സെന്റ് മേരീസ് ഇടവകയായിരുന്നു. പക്ഷെ സെന്റ് മേരീസ് ഇടവക മാറ്റിക്കൊണ്ട് നമ്മൾ വിശുദ്ധന്റെ നാമധേയത്തിലാണ് ഗോതിരിച്ചിടവക. ആ വിശുദ്ധന്റെ നാമം പേറുന്ന സെന്റ് സെബാസ്റ്റ്യൻ അങ്ങനെ കടന്നു വരുമ്പോൾ കുടുംബത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ആന്റണി ജോസഫ്, വൈസ് ക്യാപ്റ്റൻ റോബിൻ ആന്റണി, ലീഡിംഗ് ക്യാപ്റ്റൻ മാക്സ് സ്റ്റാൻലിൻ, ടൈറ്റൻ കുടുംബത്തുരുത്ത് അവർ നയിക്കുന്ന അതുൽ ആന്റണി അടിയം നയിക്കുന്ന ഉജ്ജ്വലമായ അങ്ങനെ ചുവന്ന പങ്കായം ഒരുമിച്ച് വീശിക്കൊണ്ട് ഇപ്പുറത്ത് നീല പങ്കായം അങ്ങനെ അങ്ങനെ അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് 2 വള്ളങ്ങൾ പമ്പാവാസൻ സെന്റ് സെബാസ്റ്റ്യൻ. എന്റെ കാണികളെ, നിങ്ങളിങ്ങനെ തനിച്ചു നിൽക്കല്ലേ, അവരെ ഒന്ന് കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. ഉജ്ജ്വലമായ പ്രോജ്വലമായ പ്രൗഢമായ ഒരു മത്സരമെന്ന് ചാട്ടുവി പോലെ ഒപ്പത്തിനൊപ്പം അങ്ങനെ പമ്പാവാസ സെബാസ്റ്റ്യ ഇത് മത്സരം 2 പേരും ഒപ്പത്തിനൊപ്പം തട്ടത്തട്ടെ പ്രോജ്വലമായ ഒരു മത്സരമല്ലേ എന്റെ കാണികളെ. നിങ്ങളുടെ കയ്യടി, നിങ്ങളുടെ നെഞ്ചിടിപ്പ് വീണ്ടും വിളിക്കുവാൻ എന്റെ ക്യാപ്റ്റൻസി ക്യാപ്റ്റന്മാരെ അത് തീരുമാനിച്ചിരിക്കുന്നത് ഇതിവഴിയാണ്. സെമിഫൈനൽ മത്സരം വീണ്ടും നടത്തുന്നു. വീണ്ടും കുംഭവാസനും സെൻസുമാസിനൊപ്പവും ഏറ്റുമുട്ടുന്നു. എന്തൊരു ആവേശമാണ്. ഏറുവാണോ മക്കളെ എന്നുള്ള രീതിയിൽ ഗോതിരുത്താണ് കടന്നു വരുന്നത്. ഗോതിരുത്തുകാർക്ക് ഗോതിരുത്ത് ആവേശം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് ആവേശം കൊടുക്കുക? മടപ്രാതിരത്തിലെ കായിക പ്രേമികളെ, മടപ്രാതിരത്തിലെ ആവേശം കൊടുത്തില്ലെങ്കിൽ ആരാണ് ആവേശം കൊടുക്കുക? ഇതാ വരുന്ന വരവ് കണ്ടോ. ഇതുവരെയുള്ള മത്സരങ്ങൾ പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാടി വീറോട് മുന്നോട്ട് കുതിച്ചു വരുന്ന ഗോതിരുത്ത്, മടപ്രാതിരത്ത് ആവേശം നിറഞ്ഞു നിൽക്കുന്ന മത്സരമാണ്. ഏട്ടാക്കിലൂടെ കടന്നു വരുന്ന ഗോതിരുത്ത് അല്പം മുന്നിലാണോ? ഇല്ല, വിട്ടുതരാൻ തയ്യാറല്ല. കാരണം നാടിന് വാക്ക് കൊടുത്തിട്ട് കടന്നു വരുന്നവരാണ് ഞങ്ങൾ മടപ്രാതിരത്തുകാര്. ഇതാ വാർഷികമായ മത്സരം കുതിച്ചു വരുന്നത് കണ്ടു. അവസാന നിമിഷത്തെ കുതിപ്പ് കണ്ടു. ആ ഒരു അണിയും അമരവും താളത്തിൽ വേഗത്തിൽ കുതിച്ച് തുഴഞ്ഞ് അങ്ങ് കുത്തിക്കുഴഞ്ഞ് കടന്നു വരുന്ന കാഴ്ച ഏട്ടാക്കിലൂടെ ഗോതിരുത്ത് അല്ല, വിട്ടുതരില്ല. മടപ്രാതിരത്ത് ഗോതിരുത്ത് മടപ്രാതിരത്ത് ഇല്ല. അവസാന നിമിഷത്തിലെ കുതിപ്പ് മടപ്രാതിരത്തിലെ തിരിച്ചു പോകാനിലേക്ക് അങ്ങനെ പാഞ്ഞടുപ്പിക്കുമ്പോൾ അല്പസമയം കൊണ്ട് പിന്നിൽ നിന്നെങ്കിലും വിജയിച്ചിരിക്കുന്നു. 2 മിനിറ്റും 12 സെക്കൻഡ് സമയം കൊണ്ട് കുതിച്ചെത്തിയ മടപ്രാതിരത്തിന് ഏറെ സ്നേഹത്തോടെ ഗോതിരുത്തുപുത്രനും പുത്തമ്പറമ്പിലും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ഇനി നമുക്ക് നടക്കാനുള്ളത്. ഗോതിരുത്തുപുത്രൻ PDBC പൈനൂർ ദേശത്തിന്റെ ഗോതിരുത്തുപുത്രൻ ക്യാപ്റ്റൻ ജൂഡ് KF ക്യാപ്റ്റനായിട്ടുള്ള ഏട്ടാക്കിലൂടെ അമരം സുനിവഹിക്കുന്ന അണിയം സനുവഹിക്കുന്ന ഗോതിരുത്തുപുത്രൻ, അത് ഗോതിരുത്തിന്റെ പുത്രൻ. അങ്ങനെ പുത്രൻ വരുമ്പോൾ ഇതാ ഒരു പുത്തൻപറമ്പിൽ വീട്ടാക്കിലൂടെ വീരസേനാപതി ഒരുമനയൂരിന്റെ ജിബിൻ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള പുത്തൻപറമ്പിൽ വീട്ടാക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനിവിടെ സൂചിപ്പിച്ചു, നിങ്ങളൊക്കെ ഈ മത്സരമെന്ന് കാണുമ്പോൾ ഇവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒപ്പത്തിനൊപ്പം കട്ടക്കട്ട വരുന്ന മത്സരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുത്തൻപറമ്പിലും നമ്മുടെ പുത്തൻപറമ്പിലും
പുത്രനും ഒരു രാജവീതി ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കൂ. അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള എ ട്രാക്കിലൂടെ ഗോതുരുത്ത് പുത്രൻ കടന്നു വരുന്നു. ബി ട്രാക്കിലൂടെ പുത്തൻപറമ്പിൽ ആരാണ് പിന്നിൽ, ആരാണ് പുറകിൽ? നമുക്കറിയാം ഗോതുരുത്തിന്റെ പുത്രൻ. ആ ഗോതുരുത്തിന്റെ പുത്രൻ കടന്നു വരുമ്പോൾ ആ പുത്തൻപറമ്പിലും ഗോതുരുത്തുകാരുടെ വഞ്ചിയാണ്. രണ്ട് ഗോതുരുത്തുകാര് അങ്ങനെ താളത്തോടെ ഒരേ സ്വരത്തോടെ മെയ്യഴക് കാട്ടി തുഴയെറിഞ്ഞു വരുന്ന പുത്തൻപറമ്പിൽ, അങ്ങനെ പുത്തൻപറമ്പിൽ പുത്രൻ ഗോതുരുത്ത് പുത്രൻ അയ്യട പോയട എന്നുള്ള താളത്തിൽ ഗോതുരുത്ത് പുത്ര, അങ്ങനെ പുത്രനും പുത്തൻപറമ്പിലും തമ്മിലുള്ള ഗോതുരുത്ത് വള്ളംകളി ഏകഗ്രേഡ് പറയുന്നത് ആദ്യ സെമിഫൈനലിൽ ഈ ട്രാക്കിലൂടെ കടന്നു വന്ന പുത്തൻപറമ്പിൽ വള്ളം വിജയിച്ചതായി ജഡ്ജിയുടെ സ്വാഗതം അറിയിക്കുകയാണ്. ആ ഒരു തുല്യത, ഇനി തുല്യതയില്ല, ഇനി വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് വിജയിക്കുമെന്നുള്ള വാശിയോടെ പമ്പാവാസൻ എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ സെൻസമാസൻ നമ്പർ 2 ബി ട്രാക്കിലൂടെ കടന്നു വരുന്നു. കുടുംബത്തിരുത്തിന്റെ ആ ചുടക്കുട്ടന്മാര് തുഴഞ്ഞു വരുന്ന കാഴ്ച സെൻസമാസൻ നമ്പർ 2 ആണോ? BBC ഇല്ലിക്കലിന്റെ ആ ഒരു മികവിന്റെ കരുത്തിൽ കടന്നു വരുന്ന പമ്പവാസനാണോ വിജയിക്കുക? ഇല്ല, വിട്ടുതരില്ല. വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട്, വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുക്കുവാൻ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചു വന്ന രണ്ട് വള്ളങ്ങൾ പമ്പവാസനാണോ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? വിട്ടുകൊടുക്കാൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാത്ത രണ്ട് വള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഇത് ഫൈനലിലേക്കുള്ള മത്സരമാണ്. ചുമ്മാ നിൽക്കല്ലേ, ഒന്ന് കൈയടിക്ക്. ഇരു കരകളിലും ആയിരക്കണക്കിന് ആളുകള്, ആയിരക്കണക്കിന് കായിക പ്രേമികള് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കൈയടികൾക്കിടയിലൂടെ കടന്നു വരട്ടെ, രാജകീയമായ വിജയത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിനെ ചുംബിക്കുവാനായിട്ട് ചുണ്ടോട് ചുണ്ടു ചേർക്കുന്ന ഒരവസ്ഥ. ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു കൂട്ടായ്മയുടെ മികവിന് ഇങ്ങനെ കരുത്തോടെ കുതിച്ചു വരുന്ന, പറന്നു വരുന്ന പമ്പവാസൻ അല്ല സെന്റ് സെബാസ്റ്റ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത രണ്ട് വള്ളങ്ങൾ തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ്. ഫിനിഷിംഗ് പോയിന്റിനെ ചുംബിക്കുവാനായിട്ട് അതാ കടന്നു വരികയാണ്. ശരത് ഇല്ലിക്കലാണോ അതിലാരുടെയാണോ? രണ്ട് അണിയക്കാരനൊക്കെ, രണ്ട് അമരക്കാരനൊക്കെ ഇല്ല. വീണ്ടും തുല്യതയിലേക്ക് വീണ്ടും തുല്യ ശക്തികളായി പോരാടുവാനുള്ള വാശിയേറിയ മത്സരം. കാരണം അവർ തയ്യാറായത്, നമുക്ക് മുന്നിലൂടെ വീണ്ടും ഒരിക്കൽ തയ്യാറായത് ഒരു ആശയക്കുഴപ്പമില്ലാതെ വിജയിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ആ തീരുമാനം ഈ വരിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ അവിടെ നമ്മുടെ വിധികർത്താക്കൾ സെൻസുകാസിനെ പറ്റിയുള്ള സമയം 2 മിനിറ്റ് 12 സെക്കൻഡ്. 2025 അണിഞ്ഞ ഗരുഡൻ, ആ ഗരുഡൻ BBC കൊച്ചിൻ ടാന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈ 2025 തൃപ്രയാർ വിജയായിട്ടുള്ള സൂരജ് അണിയം വഹിക്കുന്ന ആ ഉജ്ജ്വലമായ ഒരു മത്സരം. പ്രിയമുള്ളവരെ, രണ്ട് വള്ളങ്ങൾ അങ്ങനെ നമ്മളുടെ കാഴ്ചയെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചുള്ള മത്സരം. വെള്ളപ്പങ്കായമൊക്കെ കുത്തിയെറിഞ്ഞ് അങ്ങനെ പച്ച ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ ഗരുഡനും തിരുത്തിപ്പുറം കടന്നു വരുമ്പോൾ അവരുടെ രാജവീതി അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് മാറി നൽകാൻ നമ്മളുടെ കളിവള്ളങ്ങൾക്ക് കഴിയണം. തിരുത്തിപ്പുറമേ, അതാ ഗരുഡ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കളിയിറങ്ങാത്ത കാട്ടുകൊമ്പനെ പോലെ ഫിനിഷിംഗ് പോലെ മോറോടക്കി പിടിച്ച് ചുണ്ടിക്കാനായിട്ട് കടന്നു വരുന്ന കാണികളെ നിങ്ങൾ ഗരുഡനാണോ തിരുത്തിപ്പുറയാണോ? തിരുത്തിപ്പുറമേ, ഉജ്ജ്വലമായ മത്സരം. ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ഗരുഡനും തിരുത്തിപ്പുറവും തമ്മിലുള്ള വാശിയേറിയ. ആരാണ് വിജയിച്ചത്? ഗരുഡനാണ്? തിരുത്തിപ്പുറമാണ്? അതെ, ജഡ്ജിമെന്റ് പണം നൽകിയിട്ടുണ്ട്. ഈ ട്രാക്കിലൂടെ കടന്നു വന്നോ ഗരുഡൻ വള്ളം അങ്ങനെ വിജയ ശ്രീലാളിതനായി. അങ്ങനെ ഗരുഡനും തിരുത്തിപ്പുറവും തമ്മിലുള്ള മത്സരം കഴിഞ്ഞിരിക്കുന്ന മത്സരത്തിലാണ്. ഈ വിഭാഗത്തിൽ ഫൈനൽ മത്സരം
2 മത്സരങ്ങൾ 4 ഗോളാണ്. അപ്പൊ നമ്മൾ അപ്പോൾ ഇത് വള്ളംകളി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. അതാ സ്റ്റാർട്ടിംഗ് പോയിരിക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജയമാർത്തിക്കുവാനായിട്ട് GBRനെ ചുംബിക്കുവാനായിട്ട് കുടുംബത്തുരുത്തിന്റെ പ്രാർത്ഥനയും ആശംസയും ഏറ്റുവാങ്ങിക്കൊണ്ട്, ഒരു ജനതയുടെ ആശംസയും പ്രാർത്ഥനയും മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് കുടുംബത്തുരുത്തിന്റെ ചുണക്കുട്ടന്മാർ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2മായി കടന്നു വരുമ്പോൾ KBC കൊറങ്കോട്ടയുടെ ആശംസയും പ്രാർത്ഥനയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നാടിന്റെ ആർപ്പുവിളികളും കടന്നു വരികയാണ്. നിലനിൽക്കുന്ന സമയമത്രയും തെളിഞ്ഞുകൊണ്ട് ജലിച്ചുകൊണ്ട് കടന്നു വരുന്ന കുതിച്ചു വരുന്ന വരവ്, രാജകീയ വരവ്, പറന്നുയരാൻ കരുത്തുണ്ട്. കുടുംബത്തിരുത്ത് പറഞ്ഞു വരുന്നത് കാണാം. മലപ്രാതിരുത്ത് നാടിന്റെ പ്രാർത്ഥനയുണ്ട്, നാടിന്റെ ആവേശമുണ്ടെന്ന കരുത്തായി എന്ന് പറഞ്ഞുകൊണ്ട് കാണൂ, ഈ കാണുന്ന ആരാധകരുടെ ആവേശമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആവേശം ഒട്ടും കാണുന്നില്ല. ഫൈനലാണ്, ഫൈനലിന്റെ ആവേശം കൈയടിച്ചും ആർപ്പ് വിളിച്ചും ഒരുത്തുള്ളവർക്ക് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കുതിച്ചു വരുമ്പോൾ ഈ GBRലെ നായകൻ ഞാനാണടാ എന്ന് പറഞ്ഞുകൊണ്ട് മണപ്പുറാതിരുത്ത് ജോർജ് സാറിനെ പോലെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് വാശിയേറിയ മത്സരം. ഇതെന്റെ കഥയാണ്. GBRന്റെ 88ാമത് GBRന്റെ വിജയി ഞാനാണ്, എന്റെയാണ് ഈ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വള്ളംകളിയിലെ നായകൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നെഞ്ചു വിരിച്ച് കണ്ണിൽ നോക്കി ചങ്കർ പോലെ കുതിച്ചു വരുന്ന ഷോൾഡർ ടു ഷോൾഡർ എന്നൊക്കെ പറയുന്നത് പോലെ തോൾ ചേർന്നുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് കടന്നു വരുന്നു. അതിനതാ ചങ്ക് മരുന്ന് തുണയുമ്പോൾ അതാ KBC കൊറങ്കോട്ടയുടെ കാര്യത്തിൽ മലപ്രാതിരുത്തും ഫൈനലിന്റെ സർക്കര ആവേശം വളർന്നുകൊണ്ട് കുറിപ്പ്, അവസാനത്തെ കുറിപ്പ്, അവസാന നിമിഷത്തെ കുറിപ്പ് ഇഞ്ചോടിഞ്ച് ഒരു മത്സരം പോലും മാറ്റി നിർത്താൻ കഴിയാതിരിക്കുന്നത് GBRിങ്ങനെ ആവേശം കൊണ്ട് സമ്പന്നൻ. ഫൈനലിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന മലപ്രാതിരുത്ത് വെള്ളം വിജയിച്ചിരിക്കുന്നതെന്ന ഔദ്യോഗികമായി അറിയുന്ന ടൈം 2 മിനിറ്റും 11 സെക്കൻഡും. കുറിച്ചു വന്ന മലപ്രാതിരുത്ത് വെള്ളത്തിന് GBRിലെ വിജയിക്ക് നല്ലൊരു കയ്യടിയോടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. അഴകാർന്ന തേരാപ്പിന്നീരൊടുക്ക് കടലുകൾ ചേരുന്നിടത്ത് സാഹസികതയുടെ കടല് കത്തുന്ന പടങ്കടകൾ പാടുന്ന തുരുത്ത്, ആ തുരുത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ 88ാമത് ഗോതിരുത്തി ജലമാമാക്കത്തിന്റെ ഫൈനൽ മത്സരം ഗരുഡനാണോ ഈ 88ാമത് ട്രോഫി? അതോ പുത്തൻപറമ്പിലാണോ? പുത്തൻപറമ്പിലും ഗരുഡനും തമ്മിലുള്ള പ്രോജ്വലമായിട്ടുള്ള ഒരു മത്സരമാണ് ഇതാ പുത്തൻപറമ്പിൽ ട്രാക്കിലൂടെ ഗോതിരുത്ത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഗരുഡൻ ഈ ട്രാക്കിലൂടെ ഊത്തകുന്നം ഭാഗത്തുകൂടെ കടന്നു വരികയാണ്. ഗരുഡൻ TBC കൊച്ചിൻ ടൗണിന്റെ ഗരുഡൻ. ഇതിൽ കല്ലുകൾ കാറ്റായിട്ടുള്ള സൂരജ് അണിയം നയിക്കുന്ന നാസർ അമ്പലത്ത് അവരെ നയിക്കുന്ന രതീഷും ശരവണനും അവരെ നയിക്കുന്ന ഗരുഡൻ ഈ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, പുത്തൻപറമ്പിൽ വീരസേനാപതി ഒരുമനയൂരിന്റെ ജിബിൻ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള മനോജാസാനും സതീഷും അവരെ പിടിക്കുന്ന പ്രോജ്വലമായ ഇത് താളക്കൂട്ടന്റെ കരിയറങ്ങാത്ത താളക്കൂട്ടത്തിലെ അഴകോടുകൂടി ഇതാ കടന്നുവരികയാണ്. പ്രാണികളുടെ നെഞ്ചിരിപ്പിന്റെ താളം പോലും തകിടം പറിച്ച് താളിന്റെ പങ്കാളത്താളം ഈ താളങ്ങൾ നമുക്ക് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാ പ്രാണികളെ ആവേശമുയരട്ടെ, ആവേശമുയരട്ടെ. ഇതാ ഗരുഡൻ മത്സരമായത് ഉജ്ജ്വലമായ ഒരു മത്സരം എവിടെയൊക്കെ നഷ്ടപ്പെട്ടാലും ആ ഗോതിരുത്ത് GBRിന്റെ 88ാമത് തീരുമാനിച്ചുറപ്പിച്ചു വന്ന ഗരുഡൻ
ആ ഗെയിമിന്റെ ആ ടീമംഗങ്ങൾ അവരുടെ ടീം സ്പിരിറ്റ് ട്രോഫി സ്വീകരിക്കുന്നതിനായി ഗംഭീരയിലെ ക്യാപ്റ്റൻ ഗരുഡൻ. കൺഗ്രാജുലേഷൻസ് ഗരുഡൻ ടീം. ബി ഗ്രേഡ് വാട്ടർ ജെറ്റ് മുടക്കാതിരുത്. എ ഗ്രേഡ് ക്ഷണിക്കുന്നു. ബി ഗ്രേഡ് മികച്ച അണിയം അതിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2. എ ഗ്രേഡ് മികച്ച അമരം ശരവണൻ. ബി ഗ്രേഡ് മികച്ച അമരം മണി. ബി ഗ്രേഡ് മികച്ച ക്യാപ്റ്റൻ മടപ്പാതിർത്തുള്ളത്. എ ഗ്രേഡ് മികച്ച ക്യാപ്റ്റൻസി ഇതേലിൽ വിലൻ കല്ലുങ്കൽ. ബി ഗ്രേഡ് എല്ലാവരും നല്ലൊരു കൈയടിയോടും ഇവരെ നല്ലൊരു കൈയടിയുണ്ട് എല്ലാവരും. കാരണം ഒത്തിരി നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് GBR-ൽ അവർ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത്. ട്രോഫിയും ഇതോടൊപ്പം കൈമാറുന്നു. ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. Miracle Thomas Anderton Memorial Rolling Trophy sponsored by Edison Thomas Manakel. Rajesh Rajan and sponsored by Tayal Augustine and Mary Augustine Memorial, sponsored by Tayal Family Gujarat. SSC Evergreen Trophy, Tayal Augustine and Mary Augustine Memorial, sponsored by George Memorial Gold Trophy, sponsored by Titus George Uttarpradha. Joseph Peter Ulikapura Gold Trophy, Ulikapura, sponsored by PJ Ernest and Brothers. Augustine Joseph and Lizzie Joseph Memorial Trophy, sponsored by GBR Electoral Trophy, Vadapurtha Ronald Raphael Memorial. Vadapurtha Memorial